Welcome to all. I am Satish Kumar. വയറിംഗ് മെയിൻ്റനൻസ് ആൻഡ് ടെക്നിക്സിൻ്റെ പുതിയൊരു വീഡിയോയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം. മോഡ്യൂൾ ടൈപ്പ് ബ്രിഡ്ജ് റെക്ടിഫയർ. പണ്ടൊക്കെ നമുക്ക് ഈ ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറഞ്ഞ സാധനം 4 ഡയോഡ് എടുക്കുക, അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പെനയ്ക്കുക, പോസിറ്റീവ് നെഗറ്റീവ് തിരിഞ്ഞു പോകുക, ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ആദ്യം ചെറിയ സർക്യൂട്ട് ചെയ്യണമെങ്കിൽ പോലെ ഒരുപാട് കഷ്ടപ്പെടാറുണ്ട് എല്ലാം അല്ലേ. അതിന് ഞാനൊരു എളുപ്പ വഴിയും കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എങ്കിലും ഇപ്പൊ നമുക്ക് ആ കാവാളെല്ലാം മാറിയിട്ട് എന്താണ് കുറെ വർഷങ്ങളായി എങ്കിലും നമുക്കിപ്പോ അതിന്റെ മോഡ്യൂളായിട്ട് വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഇത്രയും വില പോലും ഇല്ലാതെ നല്ല പവർഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താന്ന് നോക്കാം, അതിന്റെ എന്തൊക്കെ സാധനങ്ങളാണെന്ന് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് വേണ്ടതാണ് മോഡ്യൂൾ ടൈപ്പ് ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്. നമുക്ക് ചിലപ്പോൾ BR1010 പറഞ്ഞൊരു സാധനമാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിനർത്ഥം 10 ആംപിയർ 1000 വോൾട്ട് വരെ എന്നാണ്. ഇപ്പൊ BR55 ആണെങ്കിൽ BR55 എന്ന് പറഞ്ഞാൽ 5 ആംപിയർ 500 വോൾട്ട് വരെ. ഇനി ചിലത് BR5010 എന്ന് കണ്ടു കഴിഞ്ഞാൽ അർത്ഥം 50 ആംപിയർ 1000 വോൾട്ട് എന്നാണ്. അപ്പൊ അങ്ങനെ നമുക്ക് കാണിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഈ സാധനം ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ ഇതാണ് പറഞ്ഞിരിക്കുന്ന സാധനം. ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് പ്ലസും മൈനസും പോസിറ്റീവ്, അതായത് പ്ലസ് പോസിറ്റീവും നെഗറ്റീവ് DC സപ്ലൈയും ഒരു ഓപ്പോസിറ്റ് സൈഡിൽ, അടുത്ത ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് AC-യുടെ 2 സിമ്പലും കാണാം. അപ്പൊ അവിടെ ആ 2 സൈഡിൽ ഓപ്പോസിറ്റുള്ള ആ 2 സൈഡുകളിൽ AC കൊടുക്കുക, മറ്റു 2 സൈഡിലും കറക്റ്റ് നോക്കി പോസിറ്റീവ് നെഗറ്റീവും പുറത്തെടുക്കുക. പിന്നെ വേണമെങ്കിൽ ഫിൽറ്റർ ചെയ്യാൻ കപ്പാസിറ്ററോ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. ഓക്കെ, ഇങ്ങനെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് കണ്ടോ, ഇതാണ് ഒരു 4 ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയർ. എങ്ങനെ ചെയ്യുന്നത് ഓടിച്ച് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് വയ്ക്കുന്നു. ഇതിൽ നിന്ന് AC കൊടുക്കുന്നു, DC ഔട്ട്പുട്ട് എടുക്കുന്നു. ഇതാണ് നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും നമ്മൾ ചെയ്തെടുക്കാൻ തന്നെ ഇപ്പൊ വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനാണ് നമുക്ക് ഇപ്പൊ പറഞ്ഞ മോഡ്യൂൾ വന്നിരിക്കുന്നത്. അപ്പൊ ഇനി അതിനെ കുറിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ AC കൊടുത്തപ്പോൾ നമുക്ക് DC കിട്ടുന്നതാണ് ബ്രിഡ്ജ് റെക്ടിഫയർ. ഈ കപ്പാസിറ്റർ വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഫിൽറ്ററിംഗ് സർക്യൂട്ട് എല്ലാം കിട്ടും. ഇനി നമുക്ക് ഇത് ഇങ്ങനെയുള്ള സാധനങ്ങളും കിട്ടാറുണ്ട്. ഞാൻ നേരത്തെ കാണിച്ച പോലത്തെ ഇങ്ങനത്തെ കണ്ടുള്ള ആദ്യത്തെ അവസാനത്തെ പോസിറ്റീവ് നെഗറ്റീവും നടുക്കുള്ള 2 AC-യുമാണ്. ഇതേ മോഡലുള്ള സാധനം വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും അതിനകത്ത് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോ ഇത് ഇഷ്ടപ്പെട്ടല്ലേ അല്ലേ? അപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.